എപ്പിസോഡ് 3 കോളനി ഹൗസിലാണല്ലോ ജിമ്മും ഫാമിലിയും ഉള്ളത്. ഇപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ്. പക്ഷേ തലേന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങളൊക്കെ ഒരു സ്വപ്നമായിട്ട് കാണുകയാണ് തബീത്ത. ഞെട്ടി ഉണരുന്ന അവൾ ഭർത്താവിനും മക്കൾക്കും ഒന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി അത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കി ആശ്വസിക്കുന്നു. ഇപ്പോൾ മയക്കത്തിലായിരുന്ന ജെയ്ഡ് ഉണരുന്നു. അവൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു. തൻ്റെ കൈയും കാലും കെട്ടിയിട്ടത് എന്തിനെന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഓടി വരുന്ന ഡോണ ഇവനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവനത് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ചോദിക്കുകയാണ്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഈ ടൗണിൽ വന്നു പെടുന്നവർക്ക് തിരിച്ചിവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ വന്നു പെട്ടു. എൻ്റെ ഫ്രണ്ടിനെ ആ മോൺസ്റ്റേഴ്സ്, രാത്രിയിൽ ഇറങ്ങുന്ന മോൺസ്റ്റേഴ്സ് കൊന്നു. ഇവിടെ പകൽ മാത്രമേ പുറത്തിറങ്ങാവൂ, രാത്രി പുറത്തിറങ്ങാൻ പാടില്ല. ഇതൊക്കെയാണോ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് ഡോണ പറയുന്നു. ഓ, ഞാനിത് വിശ്വസിക്കണം അല്ലേ? ഇവൻ്റെ ബിസിനസ് പാർട്ട്ണറാണെന്ന് തോന്നുന്നു ടോബി. അപ്പോൾ ടോബി ഇവനെ നശിപ്പിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതാണ്, അല്ലെങ്കിൽ കള്ളക്കഥ പറയുന്നതാണ് എന്നാണ് ജെയ്ഡ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയും, പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നീ എവിടെ പോവാണ്? ഞാനൊന്ന് പുറത്തേക്ക് പോകുന്നു. അതോ ഞാൻ ഇവിടെ തന്നെ കുത്തിയിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനൊന്ന് പുറത്ത് ടൗണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നു. അവൻ ഇറങ്ങി പോകുന്നു. ഇപ്പോൾ എല്ലിസി ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവൻ്റെ പിന്നാലെ വല്ലതും പോകണോ കേട്ടോ? ഡോണ പറയും, ഓ അതിൻ്റെ ആവശ്യമില്ല, അവൻ പോയിട്ട് വരട്ടെ എന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ജെയ്ഡ് ഒരു പെൺകുട്ടി സൈക്കിളിൽ വരുന്ന കണ്ടിട്ട് അവളുടെ കയ്യിൽ നിന്ന് സൈക്കിൾ വാങ്ങിച്ചിട്ട് സ്കൂട്ടർ വല്ലതും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവളില്ലാന്ന് പറയുന്നു. ഇവൻ അങ്ങ് പോവുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഷെരീഫ് വിൻഡോയിലൂടെ പുറത്തിരിക്കുന്ന പണിഷ്മെൻറ്റ് ബോക്സിലേക്ക് നോക്കുകയാണ്. വല്ലാത്ത ഭയവും ടെൻഷനും ഒക്കെ ആ മുഖത്ത് കാണാം. ശേഷം അദ്ദേഹം ലോക്ക് ചെയ്തിരിക്കുന്ന ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്ക് വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു. അയാൾ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഇന്ന് രാത്രിയിൽ നടക്കാൻ പോകുന്ന കാര്യം നീ വ്യക്തിപരമായിട്ട് എടുക്കരുതെന്ന് പറയുമ്പോൾ അതെനിക്കറിയാം എന്ന് ഫ്രാങ്ക് പറയുന്നു. തിരിഞ്ഞ് ഇദ്ദേഹം പോകുമ്പോഴേക്കും ഫ്രാങ്ക് പറയുകയാണ്, എൻ്റെ ഭാര്യ ലൊറൈന് നിന്നോട് വലിയ സ്നേഹവും ബഹുമാനമായിരുന്നു. നീ നല്ല കഴിവുള്ളവനാണ്. പുറത്ത് റഫായിട്ട് പെരുമാറുമെങ്കിലും എല്ലാവരോടും നല്ല സ്നേഹമുണ്ട്. നമ്മളെയൊക്കെ വീട്ടിലെത്തിക്കും പോകുന്നതും ഷെരീഫായിരിക്കും എന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയുമോ ഞാൻ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഷെരീഫ് പറയുന്നത്, നമ്മൾ ആരും ഇങ്ങനെ ആയിരുന്നില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ആരെങ്കിലും കാണണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഷെരീഫ് പറയുമ്പം എനിക്കൊരാവശ്യമുണ്ട് എന്ന് ഫ്രാങ്ക്. കോളനി ഹൗസിൽ ഈത്തൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. ആ വൈറ്റ് ഡ്രസ്സ് ഇട്ട കുട്ടിയെ പുറത്ത് അവൻ കാണുന്നുണ്ട്. ഇപ്പോൾ അമ്മ അടുത്തേക്ക് വരുന്നു. ഹലോ, എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ചൊറിച്ചിൽ, ഇതെനിക്ക് അളവുമല്ല എന്ന് അവൻ പരാതി പറയുകയാണ്. സാരമില്ല, അച്ഛൻ ഇന്ന് രാത്രി നമ്മുടെ RVയിൽ പോയി നമ്മുടെ സ്റ്റഫൊക്കെ എടുത്തുകൊണ്ട് വരും, അപ്പോൾ നിനക്ക് നിൻ്റെ ഡ്രസ്സ് ഇടാം എന്ന് പറയുന്നു. അപ്പോൾ ജൂലി അങ്ങോട്ട് വരുവാണ്. ജൂലി പറയുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമായിരുന്നു. അയ്യോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഡാഡി പോയി എടുത്തുകൊണ്ട് വരും മോളെ എന്ന് പറയുമ്പം, എൻ്റെ സാധനം വേറെ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ആരും തൊടത്തില്ലല്ലോ. അങ്ങനെ ആയാൽ കൊള്ളാമെന്ന്. ഇപ്പോൾ കൊച്ചിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നു, എന്നാൽ ഞാൻ പോയി ഓട്സ് കൊണ്ടുവരാമെന്ന് പറയുന്നു. മോളോട് ചോദിക്കുന്നു, നിനക്ക് വേണോ? എനിക്ക് വേണ്ട, ഞാനൊന്ന് പുറത്തേക്ക് നടക്കാൻ പോവാണെന്ന്, ശ്രദ്ധിച്ചു പോണേ എന്ന് പറയുന്നു. ഈതൻ വീണ്ടും തൻ്റെ കട്ടിലേക്ക് കടന്നു. വിൻഡോയിലൂടെ ഇപ്പോഴും അവന് ആ വൈറ്റ് ഡ്രസ്സ് ഇട്ട കുട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്. ഇവൻ ആ കുട്ടിയോട് ഹായ് കാണിക്കുന്നു. ഇപ്പോൾ ഡൈനറിൽ ഡെപ്യൂട്ടി കെനിയും അമ്മയും ഉണ്ട്. അമ്മ ഭയങ്കര ജോലിയിലാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, ശരിക്കും നീ ഇന്ന് ജോലിക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, നീ റെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ, 5 മിനിറ്റിൽ ഇതിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്, ഫുഡ് കൊടുക്കണം, ഞാനൊന്നും ആക്കിയിട്ടില്ല, നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ആ ധൃതിയിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടുന്നുണ്ട്. അവർ പറയുകയാണ്, നീ കാരണമാണ് ഇപ്പോൾ ഇത് പൊട്ടിയെന്ന് പറഞ്ഞ് അവരതൊന്ന് തൂത്തിവാരി എടുക്കാൻ നേരത്ത് ഇവരുടെ കൈ മുറിയുകയും ചെയ്യുന്നു. ഇവൻ ഓടി വന്ന് പറയുകയാണ്, ശരിക്കും അമ്മ ഇന്ന് റെസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇവർ തിരിച്ചു പറയുന്നത്, ഇവർക്ക് കുറ്റബോധമാണ്, ഇവരുടെ ഭർത്താവ് ഇന്നലെ മരിച്ചതല്ലേ. ഇവർ പറയുകയാണ്, ഞാനും നിൻ്റെ അച്ഛൻ്റെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മോൻ, അങ്ങനല്ല അമ്മ ഉണ്ടായാലും വരാനുള്ളത് നടക്കും, അത് നമ്മുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ. അപ്പോൾ സാറ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇവളിതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവളുടെ മുഖത്തൊരു കുറ്റബോധവും കാണാം. മാറ്, ഇതൊക്കെ ഞാൻ വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് ആ കുപ്പിച്ചിലൊക്കെ അവൾ തൂത്തുവാരി എടുക്കുന്നു. കോളനി ഹൗസിൻ്റെ പുറത്തായിട്ട് വിക്ടർ എന്തൊക്കെയോ മെഷർ ചെയ്യാണ്. അതായത് കോളനി ഹൗസിൽ നിന്നും എത്ര ഫീറ്റ് ദൂരത്തിലാണ് മരങ്ങൾ എന്നൊക്കെ അയാൾ ഇങ്ങനെ നടന്ന് അളന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് നമ്മുടെ ജൂലി. ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്ന ഫാത്മ, കയ്യിൽ കുറച്ച് ബെറീസ് ഉണ്ട്. ബെറി വേണമെന്ന് ചോദിക്കുമ്പം ഇവൾ വേണ്ടെന്ന് പറയും. നിനക്ക് ആപ്പിൾ വേണമെങ്കിൽ ഹൗസിൻ്റെ പുറകിൽ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. ഓ, എനിക്കൊന്നും വേണ്ട. ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ്. ഓ, നീ തമാശ പറയുകയാണല്ലേ? നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ, അല്ല, ശരിക്കും ഞാൻ ഓക്കെ അല്ല എന്ന് പറയുന്നു. ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഫാത്മ ജൂലിയെ.
ജിം ആകട്ടെ വണ്ടിയിൽ പോയി ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഈ തന്നെ ഇഷ്ടപ്പെട്ട ഡ്രസ്സും ബുക്സും ഒക്കെ കിട്ടി. അവൻ ഹാപ്പിയായി. ഇപ്പോൾ ഡോണ വന്ന് പറയുകയാണ്, ഫാദർ കാത്തറി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നിങ്ങളെ കാണണം. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹം തന്നെ പറഞ്ഞോളും എന്ന് പറയുന്നു. ചൂസിങ് സെറമണിയെക്കുറിച്ച് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. അതായത് നിങ്ങൾ ഈ കോളനി ഹൗസിൽ തന്നെ താമസിക്കുന്നോ അതോ നിങ്ങൾക്ക് പ്രത്യേകം വീട് വേണോ എന്നുള്ളത്. നിങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ആ വീടുകളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കോളനി ഹൗസ് ആണോ വീടാണോ എന്നുള്ളത്. ഞാനും വരുന്നുണ്ട്, ഞാനും കൂടെ താമസിക്കാനുള്ളതല്ലേ എന്ന് ജൂലി ചോദിക്കുമ്പം ജിം പറയുന്നുണ്ട്, വേണ്ട വേണ്ട നീ വരണ്ട, ഈതൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവൻ ആരും നോക്കും, ഡോണ നോക്കിക്കോളും, ഉടനെ അമ്മ കണ്ണ് കാണിക്കും, ഉടനെ ശരി എന്നാൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നു. ഞങ്ങൾ അധികം താമസിക്കത്തില്ല മോളെ, പെട്ടെന്ന് വരാം എന്ന് ജിം പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും ഫാദർ കാത്തറിയും ജിമ്മും തബീത്തയും കൂടെ വീട് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. സൈക്കിളും എടുത്ത് കറങ്ങാനിറങ്ങിയ ജെയ്ഡ് അവസാനം ഡൈനറിലെത്തി. ഓ ഇതാണോ കഴിക്കുന്ന സ്ഥലം, ഇവിടെയാണോ മോൺസ്റ്റേഴ്സൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവൻ വെറുതെ തമാശയൊക്കെ പറഞ്ഞിട്ട് ക്യൂ ഒന്നും നിൽക്കാതെ ഡയറക്റ്റ് വന്ന് ഫുഡ് എടുക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്തു. ഇപ്പോൾ ഡെപ്യൂട്ടി കെനിയുടെ അമ്മ വന്നിട്ട് ഇവൻ്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കും. എന്നിട്ട് മര്യാദയ്ക്ക് പോയി ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ഇവൻ പേടിച്ച് ക്യൂവിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് എന്തോ കണ്ടിട്ട് സാറ ഓടി പുറത്തേക്ക് പോകുന്നു. നെയ്തൻ ഇവളെ തിരക്കി വരുവാണ്. ഉടനെ അവൻ ചോദിക്കും, നീ വീട്ടിലിരിക്കാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ തന്നെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നില്ലെങ്കിൽ ആൾക്കാർ സംശയിക്കും. ഒരു കുഴപ്പമില്ല എനിക്ക് അവരെ സഹായിക്കണം, നീ പോക്കോ, നീ ജോലിക്ക് പോക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. വീട് കാണാൻ വേണ്ടി പോകുന്ന ജിമ്മിനും തബീത്തയ്ക്കും ഈ ടൗണിലെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഫാദർ കാത്തറി. എല്ലാ വീട്ടിലും ടാലിസ്മൻ ഉണ്ടായിരിക്കും, അത് വാതിലിനടുത്ത് തൂക്കിയിടണം, പിന്നെ വാതിലടയ്ക്കണം, ജനലടയ്ക്കണം, ജനലിൻ്റെ കേർട്ടൻ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ ജനൽ ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കണം എന്ന് പറയും. അതെന്തിനാ? അതോ ഈ മോൺസ്റ്റേഴ്സ് നമ്മളെ ഉപദ്രവിക്കുന്നത് തന്നെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ സംസാരിച്ച് നമ്മളെ കൊണ്ട് തന്നെ വാതിലോ ജനലോ തുറപ്പിക്കും. എന്നിട്ട് അവരകത്തേക്ക് വന്ന് നമ്മളെ ഉപദ്രവിക്കുകയാണ്. കുട്ടികളാകുമ്പം അവർ പെട്ടെന്ന് ഇവരുടെ വാക്കുകളിൽ വീണു പോകും. അതുകൊണ്ടാണ് അങ്ങനത്തെ നിയമങ്ങൾ. അവരങ്ങനെ സംസാരിച്ച് വരുമ്പം ആ ബോക്സ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഇതെന്താ സാധനം എന്ന് തബീത്ത ചോദിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പണിഷ്മെൻറ്റ് ബോക്സ്. ഇവിടെ എല്ലാവരും തൻ്റെ കൂടെയുള്ളവരെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് മറ്റൊരാളിന് അപകടം പറ്റിയാൽ അവർ ഒരു രാത്രി ഈ ബോക്സിനുള്ളിൽ ചിലവഴിക്കേണ്ടി വരും. അതിൽ ടാലിസ്മാൻ ഉണ്ടോ? ഇല്ല, ടാലിസ്മാൻ ഉണ്ടായിരിക്കില്ല. ഇത് എത്ര തവണ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? ഇന്ന് രാത്രി ആദ്യമായിട്ട് ഫ്രാങ്കിന് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പോവാണ് എന്ന് പറയുന്നു. 2 പേരും ഭയപ്പെടുന്നുണ്ട്. പറഞ്ഞിരുന്ന വീട്ടിലെത്തി. ഇവിടെ ആരോ താമസിക്കുന്ന പോലെ ഉണ്ടല്ലോ, താമസിച്ചിരുന്നു. നിങ്ങളിവിടെ വരുന്നതിൻ്റെ തലേന്ന് രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം എന്ന് വെച്ചാൽ അശ്രദ്ധ മൂലം ഉണ്ടാകാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ഇവർ റൂമിലേക്ക് പോയി നോക്കുമ്പം ലൊറൈനെയും മേഗനെയും മോൺസ്റ്റേഴ്സ് ആക്രമിച്ചതിൻ്റെ രക്തക്കറയും മറ്റുമൊക്കെ. അയ്യോ അതൊരു കുട്ടിയായിരുന്നോ? അതെ, മേഗൻ എന്ന കുട്ടിയും അവളുടെ അമ്മ ലൊറൈനുമാണ്. ഇവരുടെ അച്ഛൻ കള്ളു കുടിച്ച് ബോധം പോയിട്ട് ആ ബാറിൽ തന്നെ കിടന്നുറങ്ങി. അന്ന് രാത്രി ഇവിടെ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇല്ല എനിക്കിത് പറ്റത്തില്ല, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോവുകയാണ് നമ്മുടെ തബീത്ത. പിന്നാലെ വരുന്ന ജിമ്മിനോട് ഇല്ല എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന തബീത്ത, നമുക്ക് വേറെ വഴിയില്ല എന്ന് അവൻ പറയുമ്പോഴേക്കും നീ കണ്ടില്ലേ ഇന്നലെ ആ കുട്ടിയും അതിൻ്റെ അമ്മയും മരിച്ചു, ഇന്ന് അവരുടെ അച്ഛനെ ബോക്സിലിടുന്നു, എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ അവൻ പറയാണ് ഫാദർ പറഞ്ഞത് നീയും കേട്ടതല്ലേ, നിയമങ്ങൾ അതുപോലെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരെല്ലാവരും ജീവിച്ചിരുന്നേനെ, അനുസരിക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ നീ എന്തിനാ അവർ പറയുന്നതൊക്കെ ഇത്ര പെട്ടെന്ന് വിശ്വസിക്കുന്നത് എന്ന് തബീത്ത ചോദിക്കുന്നു. കാരണം ഞാൻ ഇന്നലെ ആർവിയിലുണ്ടായ സംഭവം ഞാനതെല്ലാം വ്യക്തമായിട്ട് കേട്ടാണ്. വണ്ടിയുടെ പുറത്ത് നിറയെ ഈ മോൺസ്റ്റേഴ്സ് ആയിരുന്നു. അവരെങ്ങനെയൊക്കെ ശ്രമിച്ചെന്ന് പറയുമ്പോൾ അകത്ത് കയറി ഞങ്ങളെ ഉപദ്രവിച്ച് കൊല്ലാൻ വേണ്ടി. ഇവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് നമ്മുടെ വീട്ടിൽ പോകുന്നത് വരെ ഇവർ പറയുന്നവിടെ നമുക്ക് നിന്നേ പറ്റൂ തബീത്ത എന്നവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഫ്രാങ്ക് ആവശ്യപ്പെട്ട പ്രകാരം ഷെരീഫ് ഫ്രാങ്കിനെ കാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ഒരു ഊഞ്ഞാൽ കാണിച്ചിട്ട് മേഗന് കളിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഇത്. ഇതിനകത്ത് അവളിങ്ങനെ ആടും, ഞാൻ ആട്ടിക്കൊടുക്കണം, അങ്ങനെയൊക്കെയായിരുന്നു. നീ എന്നെ അവരുടെ അടുത്ത് തന്നെ അടക്കം ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും എന്ന് ഷെരീഫ് പറയുമ്പം ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്നോട്ടെ എന്ന് ഫ്രാങ്ക് ചോദിക്കുന്നു. കോളനി ഹൗസിൽ ഈ തന്നെ കുത്തി നടക്കാൻ വേണ്ടി ഒരു ക്രച്ചസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എല്ലിസ്. അപ്പോൾ ജൂലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്യുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെ വലുതായിട്ട് അറിയത്തൊന്നുമില്ലല്ലോ, ഇവിടെ ഇങ്ങനെയാണ് എന്ന് ഫാത്മ പറയുന്നു.
ഡൈനറിലിരുന്ന് ഡെപ്യൂട്ടി കെനിയോട് സംസാരിക്കുകയാണ് ജെയ്ഡ്. അവൻ ശരിക്കും ഈ ടൗണോ ഇവിടുത്തെ സെറ്റപ്പോ ആൾക്കാരോ ഒന്നും റിയൽ ആണ് എന്ന് വിശ്വസിക്കുന്നില്ല. ടോബി ഇവന് കൊടുത്തൊരു പണിയാണ്, ഇതൊരു എസ്കേപ്പ് റൂം ഗെയിം പോലെയാണ്, കുറച്ച് ക്ലൂസ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇവിടുന്ന് പോകാൻ പറ്റും എന്നൊക്കെയാണ് അവന് തോന്നുന്നത് ജെയ്ഡിന്. അപ്പോൾ ഡെപ്യൂട്ടി കെനി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇവിടുന്ന് ആരെങ്കിലും സംസാരിച്ചായിരുന്നോ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ആ ഡോണ പറഞ്ഞായിരുന്നു. അവൾ പറഞ്ഞു രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, മോൺസ്റ്റേഴ്സ് വരും, കടിക്കും, തിന്നും, അങ്ങനെയൊക്കെ. പക്ഷെ അവളെടുത്ത് എനിക്ക് അങ്ങനെ ക്ലൂ ഒന്നും കിട്ടിയില്ല. നോക്ക്, ഇപ്പോൾ ഞാൻ ഈ മുട്ട കഴിക്കുന്നത്, ഇവിടെ കോഴിയുണ്ടെന്നൊന്നും എന്നോട് പറയില്ലെന്ന് പറയുമ്പം ഇല്ല, ശരിക്കും ഇവിടെ കോഴിയുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, പക്ഷെ അതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല എന്ന് ഡെപ്യൂട്ടി കെനി പറയുന്നുണ്ട്. ഏതായാലും നിൻ്റെ അടുത്തൊന്നും ക്ലൂ ഒന്നും കിട്ടാൻ പോകുന്നില്ല, സാരമില്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ജയിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ഡോക്ടർ ക്രിസ്റ്റി അങ്ങോട്ടേക്ക് വരുന്നു. അവനോട് എങ്ങനെയുണ്ട്, സുഖമാണോ, സുഖം, കുഴപ്പമില്ലെന്ന് പറയുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ പിന്നെ ഉള്ളിലുള്ള വിഷമം പുറത്ത് കാണിക്കത്തില്ല. അങ്ങനെ പിന്നെ ഇവർ കുറച്ച് നേരം അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. വിക്ടർ എന്തോ ചെയ്യുന്നത് കണ്ടിട്ട് ഈതൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. എന്തോ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ നീ എന്തിനാ പുറത്തിറങ്ങിയതെന്ന് വിക്ടർ ചോദിക്കുന്നുണ്ട്. അകത്ത് പോ. ഇല്ല, ഞാൻ എന്തോ നിങ്ങൾ നോക്കുന്നു, ഞാൻ സഹായിക്കാം, എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ നോക്കുവല്ല, ഞാൻ ചെക്ക് ചെയ്യുവാന്ന്. എന്ത് ചെക്ക് ചെയ്യുന്നു? ഒന്നുമില്ല, നീ ഒന്ന് പോയേ. നിൻ്റെ അച്ഛനും അമ്മയും വന്നാൽ ആ ഡോണ കണ്ടാൽ എന്നെ വഴക്ക് പറയും, പിന്നെ എനിക്ക് പീച്ചസും തരത്തില്ലെന്ന്. നീ എന്തോ ചെയ്യുന്നത്? ആ വെള്ള ഉടുപ്പിട്ട് ആ കൊച്ചിനെ എവിടെങ്ങാനും കണ്ടായിരുന്നു എന്ന് ഈതൻ ചോദിക്കുകയാണ്. അല്ല, വൈറ്റ് ഡ്രസ്സേ, ഞാൻ ഇവനെ വീട്ടിനകത്തൊന്നും കണ്ടില്ല, എപ്പോഴും ഇവനെ പുറത്ത് കാണാറുണ്ട്. ഇവിടെ എങ്ങാനുമാണോ അവൻ താമസിക്കുന്നത്? നിനക്കെങ്ങനെ അറിയാം? ഞങ്ങൾ ഫ്രണ്ട്സാണ്. ആണോ? ഓക്കെ, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാ. പിന്നെ ഞാൻ നോക്കിയത് ഈ മരങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടോയെന്ന്. മരങ്ങൾ നീങ്ങുമോ? എനിക്കിതുവരെ ഉറപ്പായിട്ടില്ല, ഞാൻ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ജൂലി വന്നിട്ട് ഈതനെ വിളിക്കുന്നു. ഇയാളോട് സംസാരിച്ച് എന്തിനാ നീ എന്തിനാ പുറത്തിറങ്ങിയത്? ഡാഡിയും മമ്മിയും വന്നാൽ എന്നെ വഴക്ക് പറയും എന്നൊക്കെ. എന്നെ പറയും, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പൊക്കോ. പിന്നെ മരങ്ങൾ നീങ്ങുവാണെങ്കിൽ എന്നോട് പറയണേ. ഞാൻ പറയാം. പിന്നെ ആ വൈറ്റ് ഡ്രസ് ഇട്ട് ചെക്കനെ കണ്ടാൽ വിക്ടർ ഹലോ പറഞ്ഞെന്നും കൂടെ പറയണേ എന്ന് പറയുന്നു. ഈതൻ അകത്തേക്ക് പോകുന്നു. സൈക്കിളുമായിട്ട് കറങ്ങിത്തിരുന്ന് ജെയ്ഡ് ഒരു ടണലിൻ്റെ വാതിൽ കണ്ടുപിടിക്കുന്നു. കിട്ടിപ്പോയി എന്നും പറഞ്ഞ് ഇവൻ ആ വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. അപ്പോൾ അടുത്ത വാതിൽ അതും തുറന്ന് അകത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഒരാൾ മരിച്ചിരിക്കുന്നതായിട്ട് ഇവൻ കാണുന്നു. ഇവനിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് തല തിരിച്ച് ഇങ്ങനെ ഇവൻ പേടിച്ച് താഴെ വീഴുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി സൈക്കിളുമായിട്ട് തിരിച്ചു പോരുന്നു. ചർച്ചിൽ വന്നിരിക്കുന്ന ഷരീഫിനെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് പ്രീസ്റ്റ്. ഇത് അസാധാരണമായ കാഴ്ചയാണല്ലോ. അതെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മറുപടി കിട്ടുന്നില്ല. അത് നീ ശരിക്ക് കേൾക്കാഞ്ഞിട്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഷരീഫ് പറയുകയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഫ്രാങ്കിന് ആ ബോക്സിലിടുന്ന കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്തിനാ അങ്ങോട്ട് പണിഷ്മെൻറ്റ് വെച്ചത് എന്ന് അച്ഛൻ ചോദിക്കുന്നു. അത് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ, ശരിക്കും ഒരാളിനെ അതിനകത്തിടാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ഫ്രാങ്കിനെ വെറുതെ വിട്ടു എന്ന് തന്നെ വിചാരിച്ചോ? നീ എത്ര തവണ പബ്ലിക്കായിട്ട് അവനെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. എന്നിട്ട് അവൻ കേട്ടോ? എന്നിട്ട് അവനെ ഇപ്പം വെറുതെ വിടുവാണെങ്കിൽ മറ്റാൾക്കാർ എന്ത് ചിന്തിക്കും നിന്നെക്കുറിച്ച്? ഇവിടെ ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ കഴിവില്ലാത്തവനാണെന്ന് ചിന്തിക്കത്തില്ലേ? ഇനി നീ നിയമം പറഞ്ഞിട്ട് ചെന്നാൽ അവരനുസരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ആ രീതിയിൽ എത്ര പേര് മരണപ്പെടും എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പം ഇയാൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോകുന്ന വഴിക്ക് ആ ബോക്സ് അവിടെ ഇരിക്കുന്ന കാണുമ്പം അതിന് ചുറ്റിനുമൊക്കെ നോക്കുന്നു. അകത്ത് കയറിയിരിക്കുന്നു. ആകപ്പാടെ വിഷമം. അതിനുശേഷം അദ്ദേഹം വന്ന് ഫ്രാങ്കിന് ഒരു ടാലിസ്മാൻ കൊടുക്കുന്നുണ്ട്. നീ രാത്രി അതിനകത്തായിരിക്കുമ്പം ഈ ടാലിസ്മാൻ ഉപയോഗിക്കണം, പിന്നെ എന്താ വരുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന്. ഉടനെ ഫ്രാങ്ക് ചോദിക്കുകയാണ്, നീ മറ്റുള്ളവരോട് എന്ത് പറയും? അയാളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ചൂസിങ് സെറമണി നടക്കുകയാണ്. നിങ്ങൾക്ക് ടൗണിലാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ ഈ റോക്ക് എടുക്കാം, അതല്ല കോളനി ഹൗസിൽ പോകണമെങ്കിൽ ഫ്ലവർ എടുക്കാം. ഏതായാലും ഇപ്പോഴത്തെ ചെയ്യണം, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫൈനലാണ്, പിന്നെ മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഷെരീഫ് ചോദിക്കുകയാണ്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന്. ഷെരീഫ് സംസാരിച്ചു തുടങ്ങുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രാങ്കിൻ്റെ പണിഷ്മെൻറ്റിനെ കുറിച്ചും ആ ബോക്സിനെ കുറിച്ചും ഒക്കെ കുറച്ച് സംശയങ്ങളുണ്ടായിരിക്കും. അത് ഞാൻ പറയാം എന്ന് പറയുമ്പോഴേക്കും ഫ്രാങ്ക് അങ്ങോട്ട് വരുവാണ്. എനിക്കിച്ചിരി സംസാരിക്കാനുണ്ട് എന്ന്. ഞാൻ സെറ്റിലായിരുന്ന 2 ദിവസം ഞാൻ ആലോചിക്കുമായിരുന്നു, ഞങ്ങളിവിടെ എത്തിപ്പെടുന്നതിന് മുമ്പേ ഉള്ള ഞങ്ങളുടെ ക്രിസ്മസ്. ആ ക്രിസ്മസിനാണ് മേഘന് ഞങ്ങൾ ആദ്യത്തെ ഡോൾ ഹൗസ് വാങ്ങിച്ചു കൊടുത്തത്. അവളുടെ സന്തോഷം അതൊന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ആയിരുന്നില്ല. ഞാനൊരു നല്ല ഡാഡിയായിരുന്നു. പെർഫെക്റ്റ് അല്ലായിരിക്കാം, പക്ഷേ ഞാൻ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഈ മോൺസ്റ്റേഴ്സിന് എൻ്റെ തലയിൽ ഇടം കൊടുത്തു. ഞാൻ റെസ്പോൺസിബിലിറ്റി കാണിച്ചില്ല. എൻ്റെ 2 പേരും
മേഗനും ലോറനും എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട, എനിക്ക് അവരെ പോയി കണ്ടാൽ മതി. ടാലിസ്മൻ ഷെരീഫിൻ്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും അടുത്ത ക്രിസ്മസിന് മുന്നേ തിരിച്ച് നിങ്ങളുടെ വീടുകളിലെത്തണം. നിങ്ങളതിന് മാക്സിമം ശ്രമിക്കണം. ഈ മോൺസ്റ്റേഴ്സിന് നിങ്ങളുടെ ജീവനെ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പരസ്പരം കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് കൂവി കളിയാക്കുവാണ് ജെയ്ഡിൻ്റെ ഈ പെരുമാറ്റത്തിൽ ദേഷ്യം വന്ന് ഷെരീഫ് വന്ന് അവനെ കോളറിനെ പിടിച്ച് തൂക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറയും. ഒന്നുകിൽ റോക്ക് അല്ലെങ്കിൽ ഫ്ലവർ. അവൻ പെട്ടെന്ന് റോക്ക് എടുക്കും. എന്നിട്ട് എടുത്തെന്ന് പറയുമ്പോഴേക്കും കൊണ്ടേ പുറത്തേക്ക് തള്ളിയിട്ട് പോവിടുന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഇവൻ പറയുകയാണ്, ഞാൻ ആരാധന നിനക്ക് അറിയത്തില്ല, നിന്നെ നശിപ്പിച്ച് കളയും, നിന്നെ എല്ലാത്തിനും നശിപ്പിച്ച് കളയും എന്ന് പറയുമ്പോൾ നമ്മുടെ കെനി അങ്ങോട്ട് വന്നിട്ട് ഇനി വന്നേ, നിന്നെ ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ജിമ്മും തബീത്തയും ഈതനും ടൗൺ സെലക്ട് ചെയ്തപ്പോൾ ഈ ജൂലി സെലക്ട് ചെയ്തത് കോളനി ഹൗസാണ്. അതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര തർക്കമായി. പിന്നെ അപ്പോൾ തബീത്ത പറയും, ഞാൻ തീരുമാനം മാറ്റി ഞാനും കോളനി ഹൗസിലേക്ക് പോവാണ്. ഉടനെ ഇല്ല, അങ്ങനെ പറ്റില്ല, പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഡോണയൊക്കെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഷെരീഫ് പറയുകയാണ്, ബഹളം വെക്കല്ലേ, ഞാൻ പറയട്ടെ, കോളനി ഹൗസിൽ എൻ്റെ മോൻ എല്ലിസും ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ മോള് പേടിക്കണ്ട, അവൻ നോക്കിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ ആ മീറ്റിംഗ് അവിടെ കഴിഞ്ഞു. ജെയ്ഡിനെ കൂട്ടി കെനി നേരെ പോയത് സെമിത്തേരിയിലേക്കാണ്. അപ്പോൾ ജെയ്ഡ് പറയാണ്, അയാൾ എൻ്റെ മേത്ത് കൈ വെച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി, എനിക്കൊരു കാറ് വല്ലതും വിളിച്ചതാ, ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ നിർത്തിയെന്ന് പറയണം. അതുകൊണ്ട് നീ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് കെനി പറയുമ്പോൾ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, എനിക്ക് താല്പര്യമില്ല, എനിക്കിനി ഒന്നും കേൾക്കാൻ വേണ്ട, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഉടനെ കെനി എന്ത് ചെയ്തു, അവിടെ ഇരിക്കുന്ന ഡെഡ് ബോഡിയുടെ തുണി ഫേസിൽ നിന്ന് മാറ്റും. ഇവൻ നോക്കുമ്പോൾ ടോബിയാണ്. അത് കണ്ടിട്ട് പൊട്ടിക്കരയാണ് അയാൾ. സന്ധ്യ ആയപ്പോഴേക്കും പ്രീസ്റ്റും ഷെരീഫും കൂടെ ഫ്രാങ്കിനെ ആ ബോക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുകയാണ്. ഫ്രാങ്ക് ഷെരീഫിനോട് പ്രോമിസ് മേടിക്കുകയാണ്, ഈ ആൾക്കാരെല്ലാം നീ സേഫായിട്ട് അവരുടെ വീട്ടിലെത്തിക്കണം എന്ന് അദ്ദേഹം പ്രോമിസ് കൊടുക്കുന്നു. ഇപ്പോൾ ഫ്രാങ്കിനെ ഉള്ളിലേക്കാക്കി ഡോർ അടയ്ക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഇവർക്ക് കിട്ടിയ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വരുവാണ് ജിമ്മും തബീത്തയും ഈതനും. അവൻ ചോദിക്കുന്നുണ്ട്, നമുക്കിനി ജൂലിയെ കാണാൻ പറ്റില്ലേ? മോനെ, അവൾ തൊട്ടപ്പുറത്ത് കോളനി ഹൗസിലുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. രാത്രിയാകുമ്പം അവർ ഉറക്കം കിടക്കുകയാണ്. അമ്മയും മോനും കിടക്കുന്നു. ജിം അവർക്ക് കഥകൾ വായിച്ചു കൊടുക്കുന്നു. ഡെപ്യൂട്ടി കെനി ജെയ്ഡിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഇവൻ്റെ അമ്മ ഇവ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോട് പറയുകയാണ്, അമ്മ ഇത് ജെയ്ഡാണ്, ഇവനിവിടെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ താമസിക്കും. അപ്പോൾ അമ്മ അതിന് ശരിവെക്കുന്നു. ഇപ്പോൾ കോളനി ഹൗസ് കാണിക്കുകയാണ്. ജൂലി അങ്ങോട്ട് താമസിക്കാൻ വന്നതിനെ അവർ ആഘോഷമാക്കിയിരിക്കുകയാണ്. രാത്രി സമയത്ത് ബോക്സിൻ്റെ ഉള്ളിൽ കാണിക്കുകയാണ്. ഇവനിങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഫ്രാങ്ക്. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടെ ഈ ബോക്സിന് ചുറ്റിനും വന്നു. കുറേ നേരം ഇവരുടെ സംസാരമൊക്കെ ഇവന് കേൾക്കാം. ഇവൻ ഭയത്തോടെ അവിടെ താഴെ ഇരിക്കുകയാണ്. ഷെരീഫാണെങ്കിൽ ഈ സമയത്ത് തൻ്റെ ഓഫീസിൽ നിന്ന് വിൻഡോയിലെ കർട്ടൻ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കഴിയുമ്പോഴേക്കും ഈ മോൺസ്റ്റേഴ്സ് എല്ലാം കൂടെ ഈ ബോക്സ് പൊളിച്ച് അകത്ത് കയറി അവനെ ഉപദ്രവിക്കുന്നു.